ഞാൻ പാലക്കാട് നിന്നാണ്. പേര് കൃഷ്ണൻ. ശരിക്കും നശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ഉണർത്തിക്കൊണ്ടുവന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തില് മാത്യു കുഴൽനാടൻ സന്ദീപ് വാര്യരാണ് പാലക്കാട്ടിൽ. അവരാണ് മൊത്തം കേരളത്തിനെ ഉഷാറാക്കി കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ ഒരു ഡിവൈഎഫ്ഐ ആളായിരുന്നു 10-15 കൊല്ലം മുന്നേ. പിന്നീട് ഇതിൽ വന്നപ്പോൾ ഇവരൊക്കെ ഷാഫി പറമ്പിലൊക്കെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ ശരിക്കും യഥാർത്ഥത്തിൽ സത്യങ്ങളും ചരിത്രങ്ങളൊക്കെ അറിയണത് മനുഷ്യരുടെ. അപ്പൊ ഇവര് ഈ നല്ല പിള്ളേരിനെയൊക്കെ പുറത്തൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നശിച്ചിട്ട് ഈ ഭരണപക്ഷമായിട്ട് ഇരിക്കാനാണ് ഇവർക്ക് താല്പര്യം. കൈക്കൂലിയും വാങ്ങിയിട്ട് ഈ പി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഞങ്ങൾ പണ്ട് കണ്ടവരാണ്. ഇവർക്ക് വേറെ സൈഡോട് കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ കാര്യം നോക്കും. ബാക്കിയുള്ള ഈ കോൺഗ്രസ് ജനങ്ങൾ അടുത്തുള്ളിൽ പോട്ടെ അവരുടെ. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഈ നമുക്ക് ഒരു സ്വർണം കളഞ്ഞു കിട്ടിയ പോലുള്ള സാധനങ്ങളാണ് ഷാഫി പറമ്പില്, രാഹുൽ മാങ്കൂട്ടത്തിൽ, മാത്യു കുഴൽനാടൻ, സന്ദീപ് വാര്യര്. അവരൊക്കെ ദൈവം. പന്നിയുടെ കയ്യിലാണ് അത് കിട്ടുന്നതെങ്കിൽ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പന്നിയുടെ ഈ മുത്ത് കിട്ടുക എന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ഞാന് ചിന്തിക്കുന്നതും ഇവിടെ സംസാരിക്കുന്നതും സാറാണ് ശരിക്കും പുറത്ത് കൊണ്ടുവന്നത്. നിങ്ങളൊക്കെ ദൈവപുത്രന്മാരാ. ഒരുത്തിനെ ചവിട്ടി താഴ്ത്തി കൊല്ലുമ്പോ, മഹാബലിനെ ചവിട്ടി താഴ്ത്തി കൊല്ലുന്ന പോലെ സമയത്ത് നിങ്ങൾ ശരിക്കും ഉയർത്തെഴുന്നേൽപ്പിച്ചത് യേശുദേവൻ ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ. നിങ്ങളെ എത്ര അഭിഷേകം പറഞ്ഞാലും മതിയാവില്ല സാറേ. ഇന്നിപ്പോ ഈ സ്ത്രീ വിഷയത്തിൽ ഇല്ലാത്ത രാജാക്കന്മാരോ മന്ത്രിമാരൊന്നും നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയില്ല. ഒക്കെ അതിലുള്ളവരാ. പിന്നെ ഈ ചെറുപ്പക്കാരൻ പയ്യൻ കല്യാണം കഴിക്കാത്ത തട്ടിമുട്ടിയൊക്കെ ഉണ്ടാവും. ഒന്നും പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ LDF-ന്റെ ഒക്കെ എത്ര ആൾക്കാരാണ് നിൽക്കുന്നത് മന്ത്രിസഭയുടെ ഉള്ളിൽ? എണ്ണി പറയും ഇതൊക്കെ ആയില്ലേ? അപ്പൊ അതുകൊണ്ട് സാറ് ഒന്ന് കൈവിടരുത്. രാഹുലിനെയും ഷാഫിനെയും സന്ദീപ് വാര്യറിനൊക്കെ സാറിന്. 15-ാം തീയതി നിയമസഭാ സമ്മേളനത്തിന് വന്നേക്കരുതെന്നാണ് സതീശൻ പറഞ്ഞത്. നിങ്ങളുടെ പാലക്കാടുകാരുടെ പ്രതികരണം എന്താ അതില്? സാറേ, ഈ ആരുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല ഇത്. എല്ലാവരുടെയും മത്സരിക്കാൻ നിൽക്കാൻ വരാൻ പോകാം. അത് നിയമങ്ങളുണ്ട്. അതിൻ്റെതായ നിയമങ്ങളും പോലീസും പട്ടാളമൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് വരാമല്ലോ. നമ്മുടെ രാഹുൽ വർമ്മനാണ് ഒളിച്ചിരിക്കുന്ന വീട്ടിൽ. എല്ലാ നിയമങ്ങളുണ്ടല്ലോ ആയില്ലേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ഷാഫി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഷാഫി മതി സാറേ. 100 ആൾക്ക് ഒരാളും മതി സാറേ. ഞങ്ങളുടെ ഷാഫി ആണാണ്. പാലക്കാട്ടത്തെ ആൺകുട്ടിയാണ്. ദൈവത്തിന്റെ പുത്രനാണ്. ഷാഫിനെ അതായിരിക്കും തൊട്ട് കളിച്ചാൽ അപ്പം അറിയും വിഷമങ്ങളൊക്കെ അറിയും. ഇവിടുത്തെ അവസ്ഥകളൊക്കെ. അവൻ വെറും വൃത്താട്ടാണ്. അവൻ ഈ കൊച്ചിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇവൻ കയറി വന്നു കഴിഞ്ഞാൽ അവനില്ല. അപ്പൊ അതുകൊണ്ട് അവൻ നശിച്ചു പോയാലേ ഇവന് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ അവൻ ഈ പണിയെടുത്തത്, ഈ വൃത്തികെട്ട നാറി. ഇവൻ പറയുന്നത് ഇവൻ ഇനി നിയമസഭാ സമ്മേളനത്തിന് ചെല്ലരുതെന്നാ പറയുന്നത്. എന്ത് തോന്നുന്നു? അവൻ ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ പിന്നാലെ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാരും ഉണ്ട്. ഈ പൊളിങ്ങ നാട്ടില് ഈ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരുണ്ട് അവന്റെ കൂടെ. കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരുണ്ട്. ആ ചെറുക്കൻ ഒന്നും ചെയ്തില്ല. ഈ നാറി പിള്ളേരെ വിളിച്ചു വരുത്തി. ഇവൻ ആക്കിയ 3 പിള്ളേരല്ലേ ഈ സതീശൻ വിളിച്ചു വരുത്തിയ പിള്ളേരാ. അവൻ എന്തിനാ ദുബായിക്ക് പോയത്? ഇവിടെ അംഗം വെട്ടിക്കൊണ്ടിരിക്കും. അവൻ എന്തിനാ ദുബായിക്ക് പോയത്? അവനെ കാണാൻ വേണ്ടി പോയി. അവർക്ക് കോടികൾ കൊടുത്തേച്ച് പറഞ്ഞു, നീ ഇവൻ കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. അപ്പൊ നിനക്ക് ഞാൻ കോടികൾ തരാം. കോടികൾ തന്നേച്ച് നീ അവനെ ഒതുക്കണം എന്ന് പറഞ്ഞു. അതിനാ സതീശൻ ദുബായിക്ക് പോയത്, അവളെ കാണാൻ വേണ്ടിയിട്ട്. ഈ സതീശൻ 3 പിന്നെ സർപ്പത്തിനെ വെച്ചു ഈ ചക്കന് വേണ്ടിയിട്ട്. അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ ഇവിടെ തെറ്റുണ്ടോ? അവന്റെ തെറ്റുണ്ടോ? ഏതെങ്കിലും കേസുണ്ടോ? അവനെ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാത്ത അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനാ ആ പെണ്ണുങ്ങളെ എല്ലാം കൂട്ടിയേക്കുന്നത്. ഇവനെ ആദ്യം കേസ് കൊടുക്കണ്ടേ? ഈ സതീശന്, ഈ വേണുഗോപാലിന്, ഈ പിന്നെ രമേശ് ചെന്നിത്തലനെയാണ് കള്ളനും തപ്പിയാലും കുള്ളനും തമ്മുണ്ടെന്നല്ലേ കാരണന്മാർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നാറികളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളിയല്ല. ഇപ്പൊ ഇനിയിപ്പം ഇത് വരുന്ന BJP-യില് 3 സീറ്റ് പിടിക്കും, മാർക്സിസ്റ്റുകാരും ഉള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. എന്റെ പേര് സുരേഷ് ചാണ്ടി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ് വിളിക്കുന്നത്. 55 വയസ്സുണ്ട്. ചെറുപ്പം മുതലേ ഒരു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമായിട്ട് വളർന്നു വന്നതാണ്. പിന്നെ ഒരു 10-25 വർഷമായിട്ട് നാട്ടിലില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ആണ്. എങ്കിലും ഞാൻ 89-ലെ രമേശ് ചെന്നിത്തല കേരള മാർച്ചൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. കോൺഗ്രസിനെ പറ്റി പറയുവാണെങ്കിൽ പണ്ടുകാലം മുതലേ അതിന്റെ ഒരു അപജയം എന്ന് പറയുന്ന ഗ്രൂപ്പാണ്.
ആ ഗ്രൂപ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. ഗ്രൂപ്പില്ലാതെ നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുവാണെങ്കിൽ അവൻ ഒരു തരത്തിലും മേളിലോട്ട് കയറി പോവില്ല. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമൊക്കെ ഞങ്ങൾ ആചരിക്കുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പുകാർ ഓരോ സ്ഥലത്താണ്. ഞങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ, ഞങ്ങളുടെ വാർഡിൽ തന്നെ ഓരോ ഗ്രൂപ്പുകാർ ഓരോ സ്ഥലത്താണ് പരിപാടി വെക്കുന്നത്. എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യത്തില്ല. അപ്പൊ ആ കാലം മുതൽ ഞാൻ ആ നേതാക്കന്മാരെ സ്തുതിക്കുന്ന ഒരാളല്ല, ഞാൻ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനത്തിനും പോകത്തില്ലായിരുന്നു. അങ്ങനെ കോൺഗ്രസിലെ ഇനിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസിൽ ഭരണം ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ ഒരു പ്രവർത്തകന് അല്ലെങ്കിൽ അതിലെ ഒരു ഭാരവാഹിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അവര് എതിർ പാർട്ടിക്കാർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അവരങ്ങനെ നിൽക്കത്തുള്ളൂ. ഇപ്പൊ ഒരു സഹകരണ സംഘത്തിലെ ഇലക്ഷന് അല്ലെങ്കിൽ അവിടെ ഒരു ഭരണസമിതി, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യർക്കും അവിടെ ഒരു ജോലി കിട്ടത്തില്ല. അവിടെ ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാർക്കും പിന്നെ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കുമാണ് ജോലി കിട്ടുന്നത്. അപ്പൊ അത് കാരണം ഞാൻ ഈ രാഷ്ട്രീയം വെറുത്ത്, ഈ നേതാക്കന്മാരെ വെറുത്ത്, കോൺഗ്രസിന് വെറുത്തിട്ടല്ല, നേതാക്കന്മാരെ വെറുത്തിട്ട് നാട് വിട്ടുപോയ ഒരാളാണ്. സതീശൻ നിന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ രാഹുൽ അടഞ്ഞ അധ്യായമാണ്, ഞങ്ങളെടുത്ത തീരുമാനമാണ്, കേരളം മുഴുവൻ എരമ്പി വന്നാലും മാറ്റമില്ല എന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് എന്ത് തോന്നി? ഇവന്റെ ഈ പ്രസ്ഥാനം എന്റെ ഉത്തരവാദിത്വമാണ്, എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറയാം, ശുദ്ധ പോകൃതരമാണ്, ശുദ്ധ പോകൃതരം. ഒരു കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും അതിനെ അനുകൂലിക്കത്തില്ല. സതീശൻ അങ്ങനെ ഏകപക്ഷീയമായിട്ടൊരു സതീശൻ പറയുന്ന എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണെന്ന്. സതീശൻ അതിനുള്ള തെളിവ് എന്തുവാ? ഇപ്പൊ രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കിവിടെ ഒന്നും പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, ചെറുപ്പമാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പൊ വയസ്സന്മാര് പോലും എല്ലാത്തിനും പോകുന്നില്ലയോ? അപ്പൊ ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് റിപ്പോർട്ടഡ് ചാനലിലാണെങ്കിലും ബാക്കി ന്യൂസ് 18 ആണെങ്കിലും അങ്ങ് മാധ്യമ വ്യഭിചാരമാണ് നടത്തിയത്. അതിനെതിരായിട്ട് ഒരക്ഷരം മിണ്ടാതെ കോൺഗ്രസ്സുകാർക്ക് വേറെ ഒന്നും വേണ്ട. ഉമ്മൻചാണ്ടിയുടെ ഒരൊറ്റ പ്രശ്നം പറഞ്ഞിട്ട്, സരിതയുടെ ഒറ്റ പ്രശ്നം പറഞ്ഞിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാമായിരുന്നു. പറ്റില്ലായിരുന്നോ? അതൊക്കെ പോട്ടെ, ഇത്രയും ദിവസമായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞിട്ട് യുമാരുടെ കയ്യിൽ ഒരു പരാതിക്കാരി, ഒരു തെളിവ് എന്തെങ്കിലും ഉണ്ടോ? അതില്ലാതെ നിന്ന് ഇത്രയും വീറോടെ നിൽക്കുമ്പോഴല്ലേ ഇവനെയൊക്കെ നമ്മൾ വാരി വലിച്ചിട്ട് അലക്കാൻ നോക്കുന്നത്. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോൺഗ്രസ്സുകാരനെ ജയിപ്പിക്കരുതെന്ന് ഉള്ള ഒരു ക്യാമ്പയിൻ ചെയ്യണമെന്നായിരുന്നു, സാറിന്റെ അടുത്ത് പറയണമെന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് വേണ്ട, കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കേണ്ടതെന്നല്ല, ഇപ്പൊ ഈ മുഖ്യമന്ത്രി കുപ്പായ വിട്ട് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഒരുത്തരെയും ജയിപ്പിക്കരുത്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനെക്കാട്ടിൽ കഷ്ടമായിരിക്കും യുവമാര് തമ്മിലുള്ള കടിപിടി. അപ്പൊ ഈ ജനങ്ങൾ വിചാരിക്കും, അയ്യോ യുവമാരെ എന്തിനാണ് ജയിപ്പിച്ചേ, ആ പിണറായി മതിയായിരുന്നെന്ന് വിചാരിക്കും. യാതൊരു കാരണവശാലും നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ വരാൻ പാടില്ല എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിനോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ? അല്ല, സതീശൻ അത് പറയാനുള്ള, ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുമല്ലയോ, സസ്പെൻഡ് ചെയ്തിരിക്കുമല്ലയോ, സതീശൻ അതിന് പറയാനുള്ള അധികാരം എന്തുവാ? സതീശന് അത് പറയാനുള്ള അധികാരം ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തില നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കത്തില്ല എന്നാ പറയുന്നത്. അത് വേണ്ട, അയാളുടെ സ്വന്തമായിട്ടുള്ള ഇതിൽ വരും. ജനങ്ങൾ കൂടുണ്ട്. ഈ നേതാക്കന്മാരല്ലേ ഉള്ളു രാഹുലിന്റെ കൂടെ ഇല്ലാത്തത്. അത് അവരില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥിത്വം മോഹിച്ചിട്ടാണ് യുവന്മാരാരും കൂടെ നിൽക്കാത്തത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ രാഹുലിന്റെ കൂടെ ഇപ്പൊ നേതാക്കന്മാരാരും നിൽക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർക്ക് സീറ്റ് കിട്ടത്തില്ല. എല്ലാരും പെട്ടുതാങ്ങികളല്ലയോ, മൂടുതാങ്ങികളല്ലയോ. എന്റെ പേര് റോമി എന്നാണ്. ഈ പിന്നെ VD സതീശനെ കോൺഗ്രസ് മൊത്തം അവന്റെ കുത്തകയാണ് സാറേ. അവന് കോൺഗ്രസിന്റെ എല്ലാ കടലുകൾ എന്നാലും ഒന്നും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവന്റെ കുടുംബസ്വത്താണ് അത്. ചാത്തന്നൂരിന്ന് വിളിക്കാം. ഞാനൊരു 67 വയസ്സുണ്ട്. 67 വർഷം. ഞാൻ എന്റെ ഓർമ്മ 6ാം ക്ലാസ് തൊട്ടേക്ക് പിന്നെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഈ കൊടിക്കുന്നിൽ സുരേഷ് MP ഒക്കെ ഇവിടെ MP ആവുന്നതിന് മുമ്പേയുള്ള പരിചയമുണ്ട്. അവർക്കാർക്കില്ലാത്തൊരു അഹങ്കാരം ഇദ്ദേഹം ഇന്ന് വന്നു തന്നെ ഈ അഹങ്കാരം കാണിക്കുന്നത്. അതല്ലേ ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് കോൺഗ്രസിനെ മൊത്തം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലല്ലേ ഈ സതീശൻ ചെയ്യുന്നത്. ഇവന് മൊത്തം ഈ ഒരു പെണ്ണിന് വേണ്ടിയല്ലേ ഇത്രയും സർക്കാർ. അവന്റെ സ്വന്തം കാര്യം മോള് ഒന്നുമല്ലല്ലേ അവന്റെ കൂടെ ഇത്രയും കേക്ക് മുറിക്കാനും എല്ലാം ചെയ്യാനും.
അത് കാര്യം പറയണേ, അവൻ ഇപ്പൊ നേരത്തെ വാർത്ത പറയുന്നതായിട്ട് മൊത്തം ഇളകി വന്നാലും ഇവനെ ഇളക്കുന്ന എന്തിന്? കോൺഗ്രസ്സുകാർ ഒന്നിട കുറച്ചുപേര് വിചാരിച്ചാൽ പോലും അവന്റെ സ്ഥാനം പോകത്തില്. എന്നും പ്രതിപക്ഷ പിന്നെ പതിച്ചു കിട്ടിയ സാധനം എന്നാ പ്രതിപക്ഷ നേതാവ്. അത് ഞാൻ പറയുന്നതായിട്ട് കുടുംബസ്വത്തായിട്ട് പാരമ്പര്യമായിട്ട് രാജകുടുംബത്തിൽ നിന്ന് കൊടുത്ത സാധനമാണെന്നുള്ള ധാരണയിലാണ് സംസാരിക്കുന്നത്. എനിക്കെന്തോ കോൺഗ്രസിന് ഇവനെന്തോ ഉത്തരവാദിത്വം? എത്ര നാളായി കോൺഗ്രസ് ആയിട്ട്? അതുപോലെ രാഹുലിനോട് പറഞ്ഞിരിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിൽ കയറി പോരുന്നതാണ്. നിയമസഭാ സമ്മേളനത്തിലല്ലേ സാറ് നോക്കിയോ? പന്തായം കെട്ടിക്കോ സാറിന്. ഇത് കഴിയപ്പോ ഈ ഇലക്ഷൻ കഴിയപ്പോ സതീശൻ പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂരിൽ തോറ്റില്ലെങ്കിൽ സാറ് നോക്കിയോ? സതീശൻ എത്ര പണി പണിഞ്ഞാലും സതീശൻ തോറ്റിരിക്കും. അത് രാഹുലിന്റെ പ്രസംഗത്തിന് മുമ്പ് തന്നെ സാധനം ആടി തുടങ്ങി. പക്ഷെ ഇതും കൂടെ കഴിയപ്പോൾ ഈ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടോണ്ട് ആളുകൾ തുള്ളാൻ നോക്കിയാൽ എന്തെല്ലാം രാജ്യത്ത് നടക്കുമെന്നോ തോന്നുന്നത്. സതീശനും പിന്നെ വി ഡി സതീശനും പിന്നെ മാങ്കൂട്ടങ്ങൾ ഒരേ സ്ഥലത്ത് പോയി ഇലക്ഷൻ നിൽക്കിട്ട് 2 പാർട്ടിയായിട്ട് സ്വന്തം സതീശൻ തോറ്റിരിക്കും. സാറേ ജനങ്ങളെല്ലാം വോട്ടിരിക്കുന്ന അല്ലെ സതീശന്റെ കുടുംബത്തെ സതീശന് സ്വന്തമായിട്ട് പറയുന്നത്. കോൺഗ്രസിന് ഈ സ്ഥാനം കിട്ടിയോണ്ട് മാത്രമല്ല ഇത്രയും കടം ഞെളിയുന്നത്. സ്ഥാനം കിട്ടിയില്ലേ ഞെളിയോ? അത് ഇപ്പോഴും വിചാരിക്കുന്നത് എന്തോ പിന്നെ ഇതൊക്കെ പറയുന്നവരൊക്കെ വെറും മണ്ടന്മാരാണ്, വോട്ടൊക്കെ അല്ലാതിരിക്കുകയാണ്. ഈ വാർത്ത വിളിച്ചു പറയുന്നവർ നേരിട്ട് ഫോൺ എടുക്കാത്ത അവർ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചാൽ എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ളവർ സമീപിക്കുന്നത്. വിളിച്ച് 2 കാര്യം പറയാൻ ഒക്കത്തില്ല. കാര്യം എന്തറിയോ? എന്നിട്ട് പറയുന്നവരൊക്കെ എന്താ ഓൺലൈനിൽ മറ്റത് പറയുന്നതെന്നൊക്കെയാണ് ഇപ്പൊ നേരത്തെ സംസാരിച്ചത്. ഈ സംസാര രാശിയുടെ കഷ്ടകാലം അടുത്തതിന്റെ സംസാരമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. സുധാകരൻ സാറിന്റെ അടുത്ത് അങ്ങനെ ഇത് വല്ലതും നടക്കുമായിരുന്നു. അത് നടക്കാത്തോണ്ട് അതിനെപ്പോലെ ഒരു കക്ഷി ഇപ്പൊ KPCC പ്രസിഡന്റ് നമ്പർ ഒരു കക്ഷി തരാന്ന് പറഞ്ഞു. കണ്ട KPCC പ്രസിഡന്റ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. ചുമ്മാ സതീശനെ പോലെ ഒരുത്തനെ വിളിച്ചിരുത്തി ഇതിനെക്കാട്ടി എത്ര പാരമ്പര്യമുള്ള അടൂർ പ്രകാശൻ എത്ര അന്തസ്സായിട്ട് സംസാരിക്കുന്നത്. ഇതുപോലെ വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹം ആര് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കേസ് നടത്തപ്പോൾ പോയി മുഖ്യമന്ത്രിയെ പോയിരുന്ന് ഉളുപ്പില്ലാതെ തിന്ന് സൂചിച്ചട്ടെ. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ ആശാ വർക്കർമാരൊക്കെ പട്ടിണി കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടക്കണമായിരുന്നു. അല്ലെ അടികൊണ്ട പിള്ളേര് അവിടെ പിന്നെ അടികൊള്ള കേസുകാർ പോയപ്പോൾ അതിലൂടെ പോകണമായിരുന്നു. ഇതിനൊന്നും പോവാതെ ശരീരം അനക്കാതെ കുറെ നമ്പരും കാണി ഡൈ അടിച്ച് നടക്കുക. സുനിൽ സാറേ, ഗുഡ് മോർണിംഗ്. ഞാൻ ജോണാ വിളിക്കുന്നത്. എല്ലാം കേൾക്കുന്നുണ്ട്. വളരെ അഭിമാനം തോന്നുന്നു. ഒരാളെങ്കിൽ ഇങ്ങനെ നട്ടല് നിവൃത്തി പറയുന്നല്ലോ. പക്ഷേ നമ്മളിപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്തോരണി കേട്ടോ, കേരളം ഇളകി വന്നാലും അദ്ദേഹത്തിൻ്റെ ബോധ്യം മാറത്തില്ല. എനിക്ക് മനസ്സിലാകാത്ത ഈ കോൺഗ്രസ് പുള്ളിയുടെ കുടുംബ സ്വത്താ ഇഷ്ടം പോലെ ചെയ്യണം. ബാക്കി അപ്പോൾ KPCCയോ അങ്ങനെ പിന്നെ ഇതിൻ്റെ പ്രതിപക്ഷ നേതാവാണോ ഇതൊക്കെ പറയേണ്ടത്? KPCC പ്രസിഡന്റിലെയോ പറയേണ്ടത്? പ്രതിപക്ഷ നേതാവിന് എന്താ അവകാശമാണ് ഇങ്ങനെയൊക്കെ ഈ ബോധ്യങ്ങൾ പറയാൻ? കോൺഗ്രസിൻ്റെ നായകൻ KPCC പ്രസിഡന്റാണ്. അപ്പം ഇതിൻ്റെ ഉള്ളുകളി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിൻ്റെ പുറകിലുള്ള ചേതോവികാരം ഈ ചെറു പിള്ളേരെ മുൻപ് വരത്തല്ലേ. എനിക്ക് മനസ്സിലായത് ഈ യുവജനങ്ങൾ ഈ നേതാക്കന്മാർ എന്തിനാ ഇങ്ങനെ ഈ മന്ദബുദ്ധികളെ പോലെ ഇരിക്കുന്നത്? എൻ്റെ ചോദ്യം. ഇവർക്ക് ഒന്നിറങ്ങി പ്രവർത്തിച്ചുകൂടെ? ഇതിന് ഇദ്ദേഹം പറഞ്ഞ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ പുള്ളി കേരളത്തിൻ്റെ ഹൈക്കോടതി ജഡ്ജി അങ്ങനെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തെളിവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണ്ടേ? എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം പോലീസിനെ അറിയിക്കണമല്ലോ. അതല്ലേ വേണ്ടിയത്? അല്ല ഒരു പോലീസ് കേസില്ല, ഒരു FIR ഇല്ല, ഒരു കോടതി പറയാതെ ഒരാളെ കുറ്റക്കാരന് വിധിക്കാൻ സതീശന് എന്താ അവകാശമാണ്? അത് പുള്ളി പറയുന്നതിനെ തെറ്റല്ലേ? ആരെങ്കിലും ഒരു കേസ് കൊടുത്താൽ ഇവനെ വെള്ളം കുടിക്കുമല്ലോ. അതൊന്ന് സുനിലൊന്ന് ശ്രദ്ധിക്കണമെന്ന്. നമുക്കൊരു വക്കീലിനെ പിടിച്ചിട്ട് ഇതിനൊരു കേസ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയാൻ അവകാശമുണ്ടോ? ഒരു FIR ഒരു പോലീസ് കേസില്ല, ഒരു കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടില്ല. ഒരാളെ കുറ്റം വിധിക്കാനുള്ള അവകാശം വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണോ? അത് അങ്ങനെ ഇപ്പം ഞാനും നാളെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരെ പറ്റി അങ്ങോട്ട് വിധി പറയാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തുമായിരിക്കും? അപ്പോൾ ഇവിടെ പോലീസോ കോടതിയോ ഒന്നും വേണ്ടേ? നീതിന്യായ വ്യവസ്ഥകൾ വേണ്ടേ? അപ്പം ഇത് അഹങ്കാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സതീശന് വട്ടുപിടിച്ച് ഇവന് വേറെ എന്തോ തലയിൽ കയറി ഇവൻ ആദിമൂത്ത് നമുക്ക് പറയത്തില്ലേ, ഒരു ലുണാറ്റിക് ആയിരിക്കാന്ന് തോന്നുന്നു. ഇവന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അല്ലെ പിന്നെ ഇത്ര അറകൻ്റാണ്ടി ആവശ്യം എന്തുവാ? ഇത്രയും നാള് FIR എടുക്കാൻ വേണ്ടി പോലീസ് ബാംഗ്ലൂർ വരെയുള്ള ഹോസ്പിറ്റലുകൾ മൊത്തം നടന്നു ഗർഭം തേടി പിടിക്കാനായിട്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ടും മനസ്സിലാകാത്ത ഈ അതിബുദ്ധിമാനെ
ഇവനെ കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പറയണമല്ലോ, നട്ടലില്ലാത്ത കുറെ നേതൃത്വങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തോട് തന്നെ അപ്പൊ തന്നെ ഒരു നാണം കേട് തോന്നുന്നു. ഒരു നാഥനെല്ലാം കളരി പോലെ എല്ലാം അവന് വരുന്നവനെല്ലാം വെളിച്ചപ്പാടാ. അതെന്തായാലും ഇതൊരു നല്ല ഇതിൻ്റെ രീതിയല്ല. ഇതിനെതിരെ അതായത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ എല്ലാവരും പച്ചപ്പുച്ചു അടക്കി വല്ല നിന്റെ ഈ എല്ലും കഷ്ണത്തിന് വേണ്ടി നടക്കുന്ന നേതാക്കന്മാരായി പോയല്ലോ ഈ ചെറുപ്പക്കാർ നേതാക്കന്മാർ. ബാക്കിയുള്ളവരങ്ങ് പോട്ടോ. അമ്മമാർക്ക് നിന്റെ ഈ ദാരിദ്ര്യമായ ഈ സ്ഥാനമോഹത്തിൽ നടക്കുക കസേരയ്ക്ക് വേണ്ടി. എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സതീശൻ പറയുന്ന പോലെ ഇത് വെറും എന്തുവാ നിന്റെ ഇത് മീഡിയയിലെ പ്രൊപ്പഗാണ്ടയൊന്നും അല്ലല്ലോ. അവൻ അടുത്ത ഇലക്ഷനോട് മനസ്സിലാകും. വനവാസത്തിന് പോകാൻ നല്ലൊരു തീരുമാനം. അത് ആത്മഹത്യ ചെയ്യാതിരുന്നാൽ മതി. ഞാൻ തൃശ്ശൂരിന് ശീലയാണ്. നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരാതി പോലും ആരും ഇതുവരെ പറയാത്തൊരു സാഹചര്യത്തില് പിന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും കൂടി ഈ അവസ്ഥയിലാക്കിയത്, പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനാക്കിയത് തന്നെ നമ്മുടെ ഓരോ ജനങ്ങളുടെയും വോട്ട് കൊടുത്തിട്ടാണ്. അത് ഒരു ജനങ്ങളുടെ ഒരു അഭിപ്രായം അറിയാതെ സ്വന്തമായിട്ടൊരു തീരുമാനം, അതും ഒരു പരാതിയില്ലാത്ത കേസിന്. അതുകൊണ്ട് അത് ഒരു ശരിയായ തീരുമാനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് ആ അഭിപ്രായം തിരുത്താൻ തയ്യാറാവണം ജനങ്ങൾക്ക് വേണ്ടി. എന്നൊരു ചത്ത് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇത് ഈ രാഹുൽ മാങ്കൂട്ടും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനും ഷാഫി പറമ്പിലും നമ്മുടെ സന്ദീപ് വാര്യർ അങ്ങനെ കുറച്ച് യൂത്ത് വന്നതിന് ശേഷമാണ് ഇപ്പൊ കോളേജുകളിൽ തന്നെ ഈ കേസ് കയറുന്നത്. അതുവരെ SFI പിടിച്ചടക്കിയൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇവരൊരു നേതൃത്വമാണ് ഈ കോൺഗ്രസിന് ഒരു മുന്നേറ്റം വന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയില് രാഹുലിനെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായ കാര്യമില്ല. തെരഞ്ഞെടുപ്പുകളല്ലേ ഇത് ഇവർക്ക് ദോഷം ചെയ്യുമോ? തീർച്ചയായിട്ടും നമ്മളൊരു പ്രതീക്ഷയിൽ ഇരുന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കയറും എന്നുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരിക്കലും കയറില്ല സാറേ. മൂന്നാം ഭരണം പിണറായിക്ക് കൊടുക്കാൻ ഉള്ള ഒരു സതീശന്റെ അടവായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവണേ. ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന മകളെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പെണ്ണിനെ വേറൊരുത്തൻ കൈക്കലാക്കാൻ ശ്രമിച്ചാൽ ഞാൻ അത് സഹിക്കാൻ പറ്റുമോ? ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവനെ ഏത് രീതിയിലും ഇല്ലാതാക്കും. അവൾ എൻ്റെ സ്വന്തമാണ്. എൻ്റെ പേര് കുഞ്ഞുമോൻ. ഞാൻ കൊല്ലം ജില്ലയിലെ കേരളപുരം എന്ന സ്ഥലത്തുനിന്ന് സംസാരിക്കുന്നത്. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. കാരണം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ പിണറായി വിജയൻ്റെ ഈ തോന്നിവാസ ഭരണത്തിനെതിരെ ശക്തമായിട്ട് മുഖത്തു നോക്കി പ്രതികരിക്കുന്ന അഭിപ്രായം പറയാൻ കഴിവുള്ള നട്ടലുള്ള രണ്ട് നേതാക്കളെ ഞാൻ കണ്ടത്. ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും, രണ്ട് ഈ മാത്യു കുഴൽനാടനും, മൂന്ന് ഈ ഷാഫി പറമ്പിൽ. അങ്ങനെ ഒരു 3 പേരെ ഞാൻ കണ്ടത്. അവർ നട്ടലുള്ള ചെറുപ്പക്കാരാണ്. അവർ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന് അവർ അത്യന്താപേക്ഷിതമാണ്. മനസ്സിലായില്ലേ? പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പിണറായിയുടെ ഈ കൊള്ളരുതാത്ത ഭരണത്തിനെതിരെ ഈ VD സതീശൻ എന്ന് പറയുന്ന ആ തൊലിപ്പൻ ചെയ്ത ഏതെങ്കിലും ഒരു സമരം അവർ നേതൃത്വം കൊടുത്ത് ഒരു നല്ല ശക്തമായിട്ടുള്ള ഒരു സമരം ഇവിടെ നടന്ന ഏതെങ്കിലും ഒരു സമരം പറയാമോ? ഈ അടികൊള്ളാനും സമരം ചെയ്യാനും മൊത്തം പോയത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരും KSUകാരുമാണ്. ആ പിള്ളേരാ കിടന്ന് അടി മേടിച്ചതും സമരം ചെയ്തതും മൊത്തം. പക്ഷേ ഈ UDFൻ്റെയോ അല്ലെ ഇയാൾ UDFൻ്റെ നേതാവാന്ന് പറയുന്നില്ല, ഇയാളോ അല്ലെങ്കിൽ ഇയാൾ നേതൃത്വം കൊടുത്ത ഏതെങ്കിലും ആഹ്വാനം ചെയ്ത നല്ല ശക്തമായിട്ട് പിണറായിക്കെതിരെ ഒരു സമരം ഈ കേരളത്തിൽ ഈ എവിടെങ്കിലും ഒന്ന് പറയാമോ? ഏതെങ്കിലും ഒരു സമരം ഒന്ന് പറയാമോ? ഒരു സമരവും ഇയാൾ ചെയ്തിട്ടില്ല.
ഇയാളെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരാണ് സമരം ചെയ്യാൻ ഇയാൾ ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലും. അല്ലാതെ ഇയാൾ UDFിൻ്റെ ഭാഗമായിട്ട് ഇയാൾ യുവമാരെ ആ പാവം ഉമ്മൻചാണ്ടിയെ ആ വൃത്തികെട്ട സ്ത്രീയായ സരിതയെ കൊണ്ടുവന്നിട്ട് ഇത്ര ആക്ഷേപങ്ങൾ നടത്തിയിട്ട് യുവമാർ ആ സെക്രട്ടേറിയറ്റ് മൊത്തവും വളഞ്ഞ് എത്ര ലക്ഷം പേരെ കൊണ്ടുവരുമെന്നും പറഞ്ഞ് അവിടെ മൊത്തം തൂറി നാറ്റി യുവമാർ. എന്തെങ്കിലും കാര്യമുള്ള കാര്യമായിരുന്നു അത്? ഒരു കാര്യമില്ലായിരുന്നു. അപ്പം അതേ കൂട്ട് അത്ര ഇല്ലെങ്കിലും ഒരു സമരം നടത്താൻ ഈ VD സതീശനെ കൊണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട്. ഈ വൃത്തികെട്ടവനെ കൊണ്ട് ഇവൻ ഒരു സമരവും ചെയ്തിട്ടില്ല. ഇവൻ ചുമ്മാ തലയും കുലുക്കി പാവാളിക്കുക അല്ലാതെ ഇവനെ കൊണ്ട് എന്തോ കാര്യത്തിന് കൊള്ളാം? ഒരു കാര്യത്തിനും ഇവനെ കൊണ്ട് കൊള്ളത്തില്ല. പക്ഷേ ഈ മാത്യു കുഴൽനാടൻ ചെയ്ത സമരത്തിൻ്റെ ഒരു 1/4 ഭാഗം സമരം പിണറായി വിജയനെതിരെ 1% സമരം ഈ VD സതീശൻ ചെയ്തിട്ടുണ്ടോ? ആ മാത്യു കുഴൽനാടനൊക്കെ ആ മാസപ്പടി കേസിലൊക്കെ യവനൊക്കെ എന്നിട്ട് പുറമെ നിന്ന് പാലം വലിച്ചത് ആ മാത്യു കുഴൽനാടനെയൊക്കെ കുഴപ്പിക്കാനുള്ള പണിയാണ് ഇവൻ കാണിച്ചിട്ടുള്ളത്. യുവമാരി കോൺഗ്രസ്സുകാരന്മാർ കാണിച്ചിട്ടുള്ളത്. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, എന്നാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ കാണുമ്പോൾ ഇത് പറഞ്ഞു പോകും. എൻ്റെ അച്ഛനൊക്കെ CPMൻ്റെ 10-40 വർഷം പാർട്ടി മെമ്പറായിരുന്നു. എനിക്കുള്ള അമ്മ CITUവിൻ്റെ മെമ്പറായിരുന്നു. ഞാൻ DYFIയുടെ മെമ്പറായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അതിനൊന്നും പോകുന്നില്ല. യുവമാർക്കുള്ള കൊള്ളരുതായ്മയൊക്കെ നമുക്ക് മനസ്സിലായി. ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്, നല്ല കമ്മ്യൂണിസ്റ്റ് അച്യുതാനന്ദൻ്റെ മരണത്തോടു കൂടി പോയി. ഇനി പിന്നെ അതിലൊന്നും വരട്ടുവാദത്തിലൊന്നും വിശ്വസിച്ച് അവന്മാരെ പുറമെ നടന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്തായാലും ഈ പിണറായിയുടെ ഈ അഴിമതി ഭരണത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം വേണം. അപ്പം അതിന് ഇല്ല തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞ കണക്ക് യുവന്മാരായിരിക്കും വരുന്നത്, അല്ലാതെ വേറെ ആരും വരാനില്ല. കാര്യം കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാണ്. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഇത് നിങ്ങൾ എന്തായാലും ഇത് പ്രസിദ്ധീകരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും നിയമസഭയിൽ എത്തണം. അയാൾ ശക്തമായിട്ട് പ്രതികരിക്കണം. അയാളിങ്ങനെ ഇരിക്കാതെ അയാൾ വാതുറന്ന് സംസാരിക്കാൻ പറയണം. അയാളെന്ത് അരപ്പേടിച്ചായിരിക്കുന്നത്? യുവമാരൊക്കെ പൊട്ടെന്ന് പറയാം. അയാൾ ഒറ്റയ്ക്ക് നിന്നാലേ അയാളെ കൂടെ ആൾ കാണും. ഈ പൊതുജനങ്ങൾ കാണും, സാധാരണക്കാർ, ഞങ്ങളെക്കൂട്ടുള്ള സാധാരണക്കാർ അയാളെ കൂടെ കാണും. മനസ്സിലായില്ലേ? അയാളിങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. അയാൾ വാർന്ന് സംസാരിക്കണം കാര്യങ്ങൾ. ഈ സതീശനെ പേടിച്ചിട്ട് അയാളങ്ങായിരിക്കേണ്ട കാര്യമില്ല. പൊടാന്ന് പറയണം. മനസ്സിലായില്ലേ? യവൻ കള്ളനാ, സതീശൻ കള്ളനാ. അവൻ എത്രയോ കോടികൾ കിട്ടിക്കാണും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവൻ പറയുന്നത് കേരളം മൊത്തം ഇളവിയാലും അവനൊരു പ്രശ്നമില്ലെന്ന്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന് എല്ലാം ജയിച്ച് എവൻ്റെ കഴിവുകൊണ്ടാണോ ജയിച്ചത്? ഈ പിള്ളേർ കടന്ന് യൂത്ത് കോൺഗ്രസ്സുകാരന്മാരും യൂത്ത് ലീഗുകാരന്മാരും ഒക്കെ കടന്ന് രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ജയമൊക്കെ ഉണ്ടായത്. അല്ല എവൻ്റെ ഇത് മിടുക്കൊന്നും കൊണ്ടൊന്നും അല്ലത്. മനസ്സിലായില്ലേ? എന്നിട്ട് യവൻ പറയും യവന ആ ക്രെഡിറ്റ് വേണ്ട, മറ്റേതാ മറിച്ച് ആ മാടയാ കൊടുന്നത്. യവനാരാ അംഗീകരിക്കുന്നത്? യവൻ കള്ളനാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാര്യം ഈ കാലം അത്ര ഈ പിണറായി ഭരിച്ച് ഇക്കാലം അത്ര യവൻ പ്രതിപക്ഷ നേതാവായിട്ട് ഏതെങ്കിലും ഒരു സമരം, നല്ല രീതിയിൽ കൂടെ ഒരു സമരം യവൻ നടത്തിയ, യവൻ്റെ റിസ്കിൽ, യവൻ്റെ നേതൃത്വത്തിൽ യവൻ ആഹ്വാനം ചെയ്ത ഏതൊരു സമരം ഉണ്ടെന്ന് പറഞ്ഞേ? ഒരു സമരം എന്ന് പറഞ്ഞ ഈ സതീശൻ ആഹ്വാനം ചെയ്ത ഒരു സമരം എന്ന് പറഞ്ഞ ശക്തമായ ഒരു സമരം പിണറായിക്കെതിരെ ഏതെങ്കിലും ഒരു സമരം അവൻ ചെയ്തിട്ടുണ്ടോ? ഇവന് സമരം ചെയ്യാൻ അറിയാവോ? അവന് അറിയത്തില്ല. മനസ്സിലായില്ലേ? രമേശ് ചെന്നിത്തലയും കണക്കാ. രമേശ് ചെന്നിത്തലയൊക്കെ എന്ന് വെച്ചാൽ പെട്ടി ചുമന്നും കർണാടനെയൊക്കെ കുത്തുകാല് വെച്ചും പാര വെച്ചും ഒക്കെ വന്ന നേതാവാണ്. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോൺഗ്രസ്സുകാരെന്നുള്ളതല്ല, അവൻ്റെ വ്യക്തിത്വം കൊണ്ട് അവൻ്റെ അറിവ് കൊണ്ട് അവൻ സമരം ചെയ്ത് പയറ്റിത്തെളിഞ്ഞ് വന്നവനാ. അതേ കൂട്ട് മാത്യു കുഴൽനാടൻ, അതേ കൂട്ട് ഷാഫി പറമ്പിൽ. യുവന്മാർക്കുള്ള ഒന്നും ലേബലിലോ യുവന്മാരെയൊന്നും പെട്ടി ചുമന്നോ അല്ല അവരൊന്നും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ടോ അല്ല മുഖ്യ രാഷ്ട്രീയത്തിൻ്റെ ഇതിലോട്ടോ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും ഉണ്ട്, പൊതുജനങ്ങൾക്കുള്ള എല്ലാവരുടെയും ഉണ്ട്. ഞങ്ങൾ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ കരുതി കൂട്ടിയിരിക്കുക. പറ്റുമെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് ഞങ്ങളൊരു 10-25 പേരിങ്ങനെ ആലോചിച്ചിരിക്കുക. ഈ സതീശൻ്റെ മണ്ഡലം ഉണ്ടല്ലോ, പറവൂര്, അവിടെ പോയിട്ട് ഞങ്ങൾ വീടാന്തരം പറ്റുന്നത്രയും വീടാന്തരം കയറി ഈ സതീശൻ്റെ കൊള്ളരുതായ്മ അവിടെ പറയാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അവിടുത്തെ ജനങ്ങളടുത്ത്, സാധാരണക്കാരടുത്ത്, ഞങ്ങൾ സാധാരണക്കാരാണ്, ആ സാധാരണക്കാരടുത്ത് നമ്മൾ ചെന്ന് അവരുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ രാഷ്ട്രീയ ഭാഷ അല്ലാതെ ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറഞ്ഞ് യവനെ തോപ്പിക്കുക എന്നുള്ളതാണ് ഈ സതീശനെ തോപ്പിക്കാനുള്ള ഞങ്ങളൊരു 10-40 പേരിങ്ങനെ പറഞ്ഞ് റെഡിയായിരിക്കുക. പറ്റുന്നവർ ഞങ്ങൾ പോവും.
പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾ പറയും ഈ സതീശൻ ഇങ്ങനത്തുള്ളവനാ, നിങ്ങൾ യവനെ വിശ്വസിക്കരുത്, യവൻ വോട്ട് ചെയ്യരുതെന്ന് പറയും. നിങ്ങൾ വേറെ ആർക്കോ ചെയ്തോ ഒരു പ്രശ്നമല്ല, പക്ഷേ ഈ സതീശന് ചെയ്യരുതെന്ന് പറയും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ. എന്തായാലും രാഹുൽ എന്തായാലും തിരിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും നേരാണ് രാഹുലിന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.